ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന ഡിഗ്രി ലെവലിൽ കേരള എക്കോണമിയും കേരള മോഡൽ ഡെവലപ്മെൻ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കുറച്ചെണ്ണമാണ്. കേരള എക്കോണമിയുടെയും കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും വളരെയധികം ഇൻ്റർലിങ്ക് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സാണ്. കേരള മോഡൽ ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി കേരള എക്കോണമിയിലെ കുറേ കൺസെപ്റ്റും കാര്യങ്ങളും കയറി വരും. അതുപോലെ തന്നെ കേരളം എക്കോണമി ആണെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെൻറ്റിലെ കുറേ കൺസെപ്റ്റും കയറി വരും. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് സബ്ജക്ട്സും ഒരുമിച്ച് കമ്പയർ ചെയ്തും കോൺട്രാസ്റ്റ് ചെയ്തും പഠിക്കുക. അതിൽ രണ്ടിൽ ഒരുമിച്ചുള്ള ഫാക്ടേഴ്സ് അങ്ങനെ എടുത്ത് പഠിക്കുക. അതിലെ ഡാറ്റാസ് ചിലപ്പോൾ രണ്ടിലും നമുക്ക് ഓരോ ടോപ്പിക്കിൻ്റെ കീഴിലും വരുന്നുണ്ട് വരും. അതിലെ പോളിസികൾ, അതിലെ പ്രോഗ്രാമുകൾ, ഇതും രണ്ട് ടോപ്പിക്സിൻ്റെ കീഴിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് ടോപ്പിക്സും ഒരേപോലെ കമ്പയർ ചെയ്തും പഠിക്കുക, രണ്ടും ഒരുമിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രിയാമ്പിളിൻ്റെ എഡ്യൂക്കേഷൻ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പേപ്പർ 2ൻ്റെ കംപ്ലീറ്റ് സിലബസിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടും അത് ഫ്രീ ആയിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിൽ തന്നെ ആ ക്ലാസ്സുകളുടെ നോട്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, given below are two statements marked 1 and 2. Which out of the following options are true with regard to the statement? First one, in Kerala, there has been large-scale withdrawal of workers from agriculture over the years, with the share of workforce in agriculture and allied activities declining. Second one, the contribution by construction and service sector to the economy are higher in Kerala. Options ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 1 and 2 are true, but 2 is correct reason for statement 1. Statement 1 and 2 are true, but statement 2 is not the correct reason for statement 1. Only statement 1 is true. Both statements are false. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. എന്താണ് പറയുന്നത്? അഗ്രികൾച്ചറിൽ നിന്ന് ആളുകൾ കുറഞ്ഞു പോകുന്നുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അതെന്താണ്? ഒരു പ്രോപ്പർ നോൺ ഫാക്റ്റാണ്. അഗ്രികൾച്ചറിൽ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം, വർക്കേഴ്സിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഇയേഴ്സ് ആയിട്ട് ഓവർ ദി ഇയേഴ്സ് എന്താണ്? താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഫാക്ച്വലി കറക്റ്റാണ്. സെക്കൻഡ് വൺ, ദ കോൺട്രിബ്യൂഷൻ ബൈ കൺസ്ട്രക്ഷൻ ആൻഡ് സർവീസ് സെക്ടർ ടു ദ എക്കോണമി ആർ ഹയർ ഇൻ കേരള. നമുക്കറിയാം അഗ്രികൾച്ചറിനേക്കാളും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന എവിടെയാ? കൺസ്ട്രക്ഷൻ മേഖലയിലും സർവീസ് സെക്ടറിലുമാണ്. അതുകൊണ്ട് തന്നെ അവരാണ് എന്ത്? എക്കോണമിയിലേക്ക് ലാർജർ ദാൻ അഗ്രികൾച്ചർ കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. ഡെഫിനറ്റ്ലി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എയോ ബിയോ ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ളതാണ്. ഇവിടെ നോക്കുമ്പോൾ അഗ്രികൾച്ചറിൽ ആൾ കുറയുന്നതും കൺസ്ട്രക്ഷനും സർവീസ് സെക്ടർ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂടുതലാണെന്നും പറയുന്നത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അഗ്രികൾച്ചറിൽ ആൾ കുറയുന്നു, അതിൻ്റെ റീസണായിട്ട് വരേണ്ടത് എന്താണ്? പോളിസീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കൃഷിക്കാരുടെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വിളകൾക്ക് വില കിട്ടുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിലാണ് എന്ത്? അഗ്രികൾച്ചർ കുറയുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എന്നത് എന്ത് ചെയ്യാം? നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്തല്ല? അതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 are true, but statement 2 is not the correct reason for statement 1. Second question. Which one of the following statements are not true with regard to the Kerala model development? Kerala model development-മായി ബന്ധപ്പെട്ട് ട്രൂ അല്ലാത്തത് ഏത്? ഫസ്റ്റ് വൺ, the Kerala model development was initiated by the first Ministry of United Kerala. Second one, the wealth and resource distribution programs have largely brought about high material quality of life indicators. The high level of political participation and activism is key element of Kerala model. The quality of life indicators in Kerala are par with the developed nation. ഏതെല്ലാമാണ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ട്രൂ. ഓപ്ഷൻസ് ഏതാ? 1 and 2, 1, 2 and 4, 4 only, 1 only. നമുക്ക് നോക്കാം ഏതെല്ലാമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേരള മോഡൽ ഡെവലപ്മെൻറ്റ് വാസ് ഇനീഷ്യേറ്റഡ് ബൈ ദ ഫസ്റ്റ് മിനിസ്ട്രി ഓഫ് യുണൈറ്റഡ് കേരള. നമുക്കതിനെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. ഒന്ന്, ഈ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഒരു ഫസ്റ്റ് മിനിസ്ട്രിയിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് മിനിസ്ട്രി അല്ല ഇനിഷ്യേറ്റ് ചെയ്തത്. അതിനും ഒരുപാട് മുമ്പ് തന്നെ ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ രാജാക്കന്മാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ രാജവംശങ്ങളാണെങ്കിലും, പിന്നീട് വന്ന ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസിലാണെങ്കിലും ഈ കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇനീഷ്യൽ വിത്തുകൾ അവിടെ ഉണ്ടായിരുന്നു.
കോളേജുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, സ്ത്രീ എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് ഇനീഷ്യേറ്റ് ചെയ്തത് ഫസ്റ്റ് മിനിസ്ട്രിയാണെന്ന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വെൽത്ത് ആൻഡ് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം ഹാവ് ലാർജ്ലി ബോട്ട് അബൌട്ട് ഹൈ മെറ്റീരിയൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ്. അത് കറക്റ്റ് ആണല്ലോ. ഇപ്പം നമ്മുടെ ലാൻഡ് റിഫോംസ് ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആവാം, എന്തായാലും എന്താണ് ലാർജ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തേർഡ് വൺ എന്താണ്? ഹൈ ലെവൽ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ആക്ടിവിസം ഈസ് എ കീ എലമെന്റ് ഓഫ് കേരള മോഡൽ. കറക്റ്റ് ആണ്. ഹൈലി പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആണ്, ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ കേരള മോഡൽ ഡെവലപ്മെന്റിൽ ആ ഹൈ ലെവൽ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനും ആക്ടിവിസും വളരെ വലിയൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ശരിയാണ്. ഫോർത്ത് വൺ എന്താണ്? ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ കേരള ആർ പാർ വിത്ത് ദ ഡെവലപ്ഡ് നേഷൻ. ഇത് നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ, ഒരു ഡെവലപ്ഡ് നേഷനിലുള്ള ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എല്ലാ രീതിയിലും ഒത്തുപോകുന്ന രീതിയിലാണ് എന്ത് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ്. ലിറ്ററസി റേറ്റ് ആയാലും ലൈഫ് എക്സ്പെക്റ്റൻസി ആയാലും ഇൻഫം മോർട്ടാലിറ്റി റേറ്റ് ആയാലും ഇതെല്ലാം എന്താണ് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിൽ കാണുന്ന പോലെയുള്ള ഡാറ്റാസാണ് എന്ത് നമുക്ക് കേരളത്തിൽ കാണാനായിട്ട് പറ്റുക. സോ ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്? ഒൺലി വൺ, ഓപ്ഷൻ ഡി. തേർഡ് ക്വസ്റ്റ്യൻ, which one of the following statement is false with regard to the Kerala Bank? കേരള എക്കോണമി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. കേരള ബാങ്ക് ഹാസ് ദ വിഷൻ ടു ബിക്കം എ യൂണിവേഴ്സൽ ബാങ്ക്. ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജ് ബാങ്ക് ഇൻ കേരള ഇൻ ടേംസ് ഓഫ് ബിസിനസ് ആൻഡ് നമ്പർ ഓഫ് ബ്രാഞ്ചസ്. The bank aims to become a backbone of rural financial sector. The bank passes on refinance assistance to small enterprise. കുറച്ച് ടെക്നിക്കലുമാണ്, അറ്റ് ദ സെയിം ടൈം ഒന്നൊരു എലിമിനേഷനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫാൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കേരള ബാങ്ക് ഹാസ് ദ വിഷൻ ടു ബിക്കം ആൻ യൂണിവേഴ്സൽ ബാങ്ക്. ഡെഫിനറ്റ്ലി ഒരു ബാങ്ക് തുടങ്ങുമ്പോൾ അത് അത്രയും വലിയൊരു വിഷൻ വെക്കുമല്ലോ. നിങ്ങളൊന്നും ബോർഡറായിട്ട് ചിന്തിച്ചു നോക്കി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ലേ? ഇപ്പം ഞാൻ നാളെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനി ആവാൻ ആഗ്രഹിക്കാമല്ലോ, എൻ്റെ ഒരു വിഷൻ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ആകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഓപ്ഷൻസ് വെട്ടാനായിട്ട് പറ്റും. ഇനി ദ ബാങ്ക് എയിംസ് ടു ബിക്കം ദ ബാക്ക് ബോൺ ഓഫ് ദ റൂറൽ ഫിനാൻഷ്യൽ സെക്ടർ, അതിലും എന്തെങ്കിലും തെറ്റുണ്ടോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തൽക്കാലം അവിടെ വയ്ക്കട്ടെ. നമുക്ക് അറിയില്ല നമ്പർ ഓഫ് ബ്രാഞ്ചസിൽ അതാണോ വലുത് അല്ലെങ്കിൽ ബിസിനസ്സിൽ അതാണോ വലുതെന്ന്. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. തേർഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ദ ബാങ്ക് എയിംസ് ടു ബിക്കം ദ ബാക്ക് ബോൺ ഓഫ് ദ റൂറൽ ഫിനാൻഷ്യൽ സെക്ടർ. അതാണല്ലോ കേരള ബാങ്കിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളെ എല്ലാത്തിനെയും കൂടി കേരള ബാങ്കിന്റെ അടിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അതെന്തിനാണ്? റൂറൽ ഫിനാൻഷ്യൽ സെക്ടറിൽ അത്രയും വലിയൊരു ബാക്ക് ബോൺ ആവാനല്ലേ. അപ്പോൾ അത് ഒബ്വിയസ്ലി ശരിയാവണമല്ലോ, അതെറ്റല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡുള്ള ഓപ്ഷൻസും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുമല്ലോ. ഈവൺ ദോ നമുക്ക് ഈ ഡാറ്റ അറിയില്ല എങ്കിൽ പോലും, അതാണോ സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് എന്നോ അതിനാണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളതെന്നോ നമുക്ക് അറിയില്ല എങ്കിൽ പോലും നമുക്ക് എല്ലാ ഡാറ്റയിലേക്ക് എത്താനായിട്ട് പറ്റും. എന്താണ് ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകൾ. പിന്നെ റീഫിനാൻസ് അസിസ്റ്റൻസ്, ഡെഫിനറ്റ്ലി ഒരു ബാങ്ക് ആകുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ ഫിനാൻസ് അസിസ്റ്റൻസുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഒബ്വിയസ്ലി ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ്? ശരിയാണ്. നൗ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോണ്ടെക്സ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സുഭിക്ഷ കേരളം പ്രൊജക്ട്? ഏതാണ്? ഫ്ലഡ്സ്, COVID-19, FAO ഡയറക്റ്റീവ്, ഫുഡ് പോളിസി ഓഫ് ഇന്ത്യ പ്രോഗ്രാം. എന്തായിരുന്നു? COVID-19 ശേഷമാണ് എന്ത് നമ്മൾ സുഭിക്ഷ കേരളം പ്രൊജക്ട്സ് റൺ ചെയ്യാനായിട്ട് തുടങ്ങിയതല്ലേ. COVID-19 മൂലം ആർക്കെങ്കിലും ഭക്ഷണം കിട്ടാതിരിക്കുകയാണെങ്കിൽ അതിനെയും കൂടി കവർ ചെയ്യാനായിട്ടായിരുന്നു എന്ത് നമ്മൾ സുഭിക്ഷ കേരളം പ്രൊജക്റ്റ് റൺ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ആയിട്ട് വരുന്നത്? ഇറ്റ്സ് COVID-19. നൗ ഫിഫ്ത്ത് വൺ, വിച്ച് among the following is not a project of Kerala Social Security Mission? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമല്ലാത്ത പ്രൊജക്റ്റ് ഏതാണ്? സ്നേഹപൂർവം, താലോലം, വയോമിത്രം, നിർഭയ. എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻസ്. അപ്പോൾ ഏതാണ് അതിൻ്റെ അല്ലാത്തത്? 1 only, 1 and 2, 3 only, 4 only. ഏതാണ്? നിർഭയ ആണ് എന്ത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമല്ലാത്തത്. സ്നേഹപൂർവമായാലും താലോലമായാലും വയോമിത്രം, വയോജനങ്ങൾക്കുള്ള വയോമിത്രമായാലും എന്താണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിൽ വരുന്നതാണ് എന്ത് ഈ 3 പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഈ 3 പ്രൊജക്റ്റുകളും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below are 2 statements marked 1 and 2. Found out which among the options are true with regard to the statement. The participation of women in Panchayat Raj institutions in Kerala is higher than the all India average.
ദ ലിറ്ററസി റേറ്റ് ഓഫ് വുമൺ ഇൻ കേരള ഈസ് ഹയർ ദാൻ ദ ലിറ്ററസി റേറ്റ് ഓഫ് മെൻ ഇൻ സ്റ്റേറ്റ്. ഏതാണ് 1 and 2? 1 is the correct explanation. 2 is the correct explanation of 1. 1 and 2 are true, but 2 is not the correct reason for 1. Only statement 1 is true. Both statements are false. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. The participation of women in Panchayat Raj institutions in Kerala is higher than the all India average. ഇതെന്താണ് കറക്റ്റാണ്. ഇപ്പം നമുക്കൊരു സിമ്പിൾ ലോജിക്ക് വെച്ച് യൂസ് ചെയ്താലും മതിയല്ലോ. കേരളത്തിലായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി വുമൺ പാർട്ടിസിപ്പേഷൻ ഏറ്റവും അധികം ഹയർ ആവാനുള്ള ചാൻസസ്. അത്രയും ഹയർ ആണെങ്കിൽ തന്നെ ഒരു ഓൾ ഇന്ത്യ ആവറേജിനേക്കാളും എന്തായാലും കൂടുതലാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? കൂടുതലാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റോ ദ ലിറ്ററസി റേറ്റ് ഓഫ് വുമൺ ഇൻ കേരള ഈസ് ഹയർ ദാൻ ദ ലിറ്ററസി റേറ്റ് ഓഫ് മെൻ. അതെന്താണ്? അത് തെറ്റാണ്. കേരളത്തിന് മെന്നിൻ്റെ ലിറ്ററസി റേറ്റ് ആണ് എന്ത്? ഇത് ലൈഫ് എക്സ്പെക്റ്റൻസി ആണ്, തെറ്റിപ്പോയി. ദ ലിറ്ററസി റേറ്റ് ഓഫ് വുമൺ ആണ് എന്ത്? കേരളത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി ആണെങ്കിലോ നേരെ തിരിയും. വുമൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി ആണ് കൂടുതൽ, മെന്നിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി കുറവാണ്. കേരളത്തിൽ ആർക്കാണ് ലിറ്ററസി റേറ്റ് കൂടുതൽ? മെന്നിനാണ്, വുമണ്ണല്ല. വളരെ ചെറിയ നാരോ മാർജിനേ ഉള്ളൂ. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ അടുത്ത സെൻസസിലോ അല്ലെങ്കിൽ അടുത്ത ഡാറ്റയിലോ അത് നേരെ തിരിയും ഓൾമോസ്റ്റ് ഈക്വൽ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആസ് പെർ ദ ഒഫീഷ്യൽ ഡാറ്റ എന്താണ്? കേരളത്തിൽ മെന്നിനാണ് ലിറ്ററസി റേറ്റ് കൂടുതൽ. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Only statement 1 is true. Now the next question. As per the various economic surveys, in which of the 5-year plans in India, the realized growth rate of national income fell short of the planned growth of the national income. Planned growth rate of the national income. ഇത് പ്രോപ്പർ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്യാനുള്ള കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റില്ല. ഇത് പ്രോപ്പർ ഫാക്റ്റ് ആണ്. ഫാക്ട് പഠിച്ചാൽ മാത്രം കിട്ടുന്നതാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് പ്ലാൻ ആൻഡ് 8th പ്ലാൻ, തേർഡ് പ്ലാൻ ആൻഡ് 4th പ്ലാൻ, തേർഡ് പ്ലാൻ ആൻഡ് 8th പ്ലാൻ, 9th പ്ലാൻ ആൻഡ് 10th പ്ലാൻ. ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ എ, 2 and 4. ഏതെല്ലാമാണ്? തേർഡ് പ്ലാൻ, 4th പ്ലാൻ, 9th പ്ലാൻ ആൻഡ് 10th പ്ലാൻ. ഈ 4 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ്? അത് ഗ്രോത്ത് റേറ്റ് ഫെൽ ഷോർട്ട് ചെയ്ത ആക്ച്വൽ എസ്റ്റിമേറ്റിൽ നിന്ന് ഫെൽ ഷോർട്ട് ചെയ്ത 4 ആണ്. 3rd, 4th, 9th and 10th. Now the 8th question. In which year the Kerala Land Reforms Act was passed? കേരള എക്കോണമി ആയാലും കേരള മോഡൽ ഡെവലപ്മെൻ്റ് ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേരള ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസ് ഇല്ലാതെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ കേരള ലാൻഡ് റിഫോംസ് എന്നാണ് പാസ് ചെയ്തത്? 68, 79, 69, 96. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടണം. 1969 എന്ത്? കേരള ലാൻഡ് റിഫോംസ് ആക്ട് പാസ്സാക്കുകയും ഭൂപരിഷ്കരണം നടപ്പിലാക്കുകയും ജനമിത്തം അവസാനിപ്പിക്കുകയും ചെയ്ത് 1969 കേരള ലാൻഡ് റിഫോംസ് ആക്ട് വഴിയാണ്. ആ ആക്ടിൻ്റെ ഫീച്ചേഴ്സും പിന്നീട് ആക്ടിൽ വന്ന അമെൻമെൻറ്റിലെയും ഫീച്ചേഴ്സും നോക്കേണ്ടതാണ്. Now the 9th question. Which among the following is not a contributing factor to the Kerala model of development? കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? ഫസ്റ്റ് വൺ ഹൈ ലിറ്ററസി റേറ്റ്, സെക്കൻഡ് വൺ ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, തേർഡ് വൺ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്, ഫോർത്ത് വൺ ലോ സൂയിസൈഡ് റേറ്റ്. ഏതാണ്? ലോ സൂയിസൈഡ് റേറ്റ് ആണ്. എന്തുകൊണ്ടാണ്? നമ്മളവിടെ പറയുന്നത് ലിറ്ററസി റേറ്റിൻ്റെ കാര്യവും എഡ്യൂക്കേഷൻ്റെ കാര്യവും മോർട്ടാലിറ്റി റേറ്റിൻ്റെ കാര്യവും ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ കാര്യവും. അവിടെ എന്തല്ല, സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് ഒരു മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിലെ ആട്രിബ്യൂട്ട് അല്ല. ലിറ്ററസി വരാം, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വരാം, ലൈഫ് എക്സ്പെക്റ്റൻസി വരാം, വുമൺ പാർട്ടിസിപ്പേഷൻ വരാം, പൊളിറ്റിക്കൽ റോളുകൾ വരാം, അതെല്ലാം വരാം. പക്ഷേ സൂയിസൈഡ് റേറ്റ് എന്തല്ല, ഒരു മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിലെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ അല്ല. Now the 10th question. What is the initial focus of അക്ഷയ പ്രൊജക്ട്? നമുക്കിത് ഒറ്റയടിക്ക് കിട്ടുമല്ലേ? എന്തായിരുന്നു? ഡിജിറ്റൽ ലിറ്ററസി, പോവർട്ടി ഇറാഡിക്കേഷൻ, ഡിജിറ്റൽ ലിറ്ററസി, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, സർവീസ് ഡെലിവറി. എന്തായിരുന്നു? ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവരിക. അക്ഷയ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ഇനീഷ്യൽ ഫോക്കസ് എന്തായിരുന്നു? ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവരിക. നമുക്കിത് കേരള മോഡൽ ഡെവലപ്മെൻറ്റിലായാലും കേരള എക്കോണമിയിലായാലും ഇ ഗവേണൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇങ്ങനത്തെ ടോപ്പിക്കുകളുണ്ട്. അതായത് കണക്ട് ചെയ്ത് എന്തായാലും അക്ഷയ പ്രൊജക്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Now the 11th question. Which among the following is the target group of Abhaya Kiranam project? First one, victims of sexual violence, victims of child marriage, destitute and homeless widows, aged women. ഈ ക്വസ്റ്റ്യൻ ഇടാനായിട്ടുള്ള കാരണം ഓരോ പ്രൊജക്റ്റുകളും ഓരോ സ്കീമുകളും നിങ്ങൾ കേരള എക്കോണമിയിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ബെനഫിഷ്യറി ആരാണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം. ആ സ്കീം ആരെ ഉദ്ദേശിച്ചാണ്, എന്താണ് അതിൻ്റെ പ്രൊവിഷൻസ്. അപ്പോൾ ഇവിടെ അഭയകിരണം പ്രൊജക്റ്റ് ആരുദ്ദേശിച്ചാണ്? ഡെസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഹോംലെസ് വിഡോസിനെ യൂസ് ചെയ്തിട്ടാണ്. സോ
അഭയകീർണം പ്രൊജക്ടിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണ്? ഡെസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഹോംലെസ് വിഡോസ് ആണ്. Now the 12th question. Which among the following is not true in the context of Kerala economy? കേരള എക്കോണമിയുടെ കോണ്ടെക്സ്റ്റിൽ ശരിയല്ലാത്തത് ഏത്? ദ ആവറേജ് റേറ്റ് ഇൻ കേരള ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ ഇന്ത്യ. അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് അല്ലേ? കേരളത്തിലാണ് കൂലി കൂടുതലായതുകൊണ്ടാണല്ലോ നമുക്ക് ബംഗാളിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒബ്വിയസ്ലി ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സർവീസ് സെക്ടർ ഈസ് വൺ ഓഫ് ദ മെയിൻ സ്റ്റേറ്റ്സ് ഓഫ് കേരളാസ് എക്കോണമിക് ഗ്രോത്ത്. ശരിയാണ്. പ്രൈമറി സെക്കൻഡറി ടെറിഷറി സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് സെക്ടറിലാണ് എന്ത് നമുക്ക് ഏറ്റവും അധികം എക്കോണമിക് ഗ്രോത്തും എക്കോണമിയിലേക്കുള്ള ബൂമും ഇൻപുട്ടും കാണുന്നത്. തേർഡ് വൺ, കോവിഡ് ഹാസ് ബാഡ്ലി എഫക്റ്റഡ് ദ എക്കോണമി. ലോകത്തെ എല്ലാ എക്കോണമീനെ അഫക്റ്റ് ചെയ്തു. അപ്പം കേരള എക്കോണമീനെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി കേരള എക്കോണമീനെയും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് വൺ, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ് ഇൻ കേരള റെക്കോർഡഡ് എ രജിസ്റ്റേർഡ് ഗ്രോത്ത് ആഫ്റ്റർ COVID-19. അങ്ങനെയല്ലല്ലോ, താഴേക്കല്ലേ പോയത്. അവരൊരു ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യായിരുന്നില്ലല്ലോ, താഴേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് വേണം എന്ന രീതിയിലല്ലേ വന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ഇൻകറക്റ്റ്. ഈവൺ നിങ്ങൾക്ക് ഈ ഡാറ്റാസ് ഒന്നും അറിയില്ലെങ്കിൽ പോലും വെറുതെ ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തിട്ട് ഓപ്ഷൻ ഡിയിലേക്ക് എത്താനായിട്ട് പറ്റില്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 13th one, the new Kerala coinage of urban or urban, whichever its pronunciation, rural-urban എന്ന് പറയാം, urban എന്ന് പറയാം, എങ്ങനെയായാലും urban refers to the sharp distinction between rural and urban areas in Kerala in respect of impact of decentralization. The sharp distinction between rural and urban areas in Kerala and in other parts of the country. Migration of skilled workers from rural areas to urban areas in Kerala in search of better job opportunities. The sharp distinction between rural and urban areas in Kerala in respect of delivery of public service. നിങ്ങൾക്ക് ഇത് എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ പോലും മിക്കവാറും 2 ടേമുകളെ ഒരുമിച്ചാക്കുന്നത് എപ്പോഴാണ്? അവർ തമ്മിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബോണ്ട് ഉണ്ടാവുമ്പോഴല്ലേ ആ 2 ടേമുകൾ ഒരുമിച്ചാക്കുക. ഇവിടെ റൂറലും അർബനും നിങ്ങൾ ഒരുമിച്ചാക്കി, റൂറൽ പ്ലസ് അർബൻ. ഇതിൽ എന്തെങ്കിലും ഒരു കോമൺ ലിങ്കേജ് ഉണ്ടെങ്കിലാണല്ലോ നിങ്ങൾ അതിനെ അർബനോ റൂറൽബനോ എന്തെങ്കിലും വാട്ടെവർ ഇറ്റ് ഈസ് നിങ്ങൾ അതിനെ കമ്പൈൻ ചെയ്യുക. ഈ 3 ഓപ്ഷൻസും എന്താ പറയുക? ഡിസ്റ്റിങ്ഷൻ, ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസങ്ങൾ എന്നല്ലേ പറയാം. അങ്ങനെയല്ലല്ലോ, രണ്ടും തമ്മിൽ എന്തെങ്കിലും കോമണോ എന്തെങ്കിലും ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങനെ ഒരു ടേം കോയിനേജ് ചെയ്തെടുക്കുള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ സി. എങ്ങനെയാണ് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് നമ്മൾ റൂറൽ അർബൻ ഓർ അർബൻ മൈഗ്രേഷൻ എന്ന് പറയുക. Now the 14th question. Which one of the following is a key characteristics of the Kerala's second phase of decentralization? കേരളത്തിൻ്റെ 2ാമത്തെ ഫേസ് ഓഫ് ഡീസെൻട്രലൈസേഷനിലെ കീ ക്യാരക്ടറിസ്റ്റിക്സ്. എഗെയിൻ ഇതും നിങ്ങൾക്ക് കോമൺ സെൻസ് യൂസ് ചെയ്ത് ഉത്തരം എഴുതാനായിട്ട് പറ്റും. റിഡക്ഷൻ ഇൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഇൻക്രീസ്ഡ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഓൺലി, സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ്? ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. റിഡക്ഷൻ ഇൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ, അങ്ങനെയല്ലല്ലോ, നമ്മുടെ ഡീസെൻട്രലൈസേഷൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ, ആളുകൾ കുറച്ചുകൂടി അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ റിഡക്ഷൻ ഇൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്താണ്? അത് തെറ്റാണ്. ഇൻക്രീസ്ഡ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, അതെന്താണ്? അത് പ്രോപ്പറായിട്ട് ശരിയാണ്. കൂടുതൽ പൊളിറ്റിക്കലും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഓൺലി ആണോ? ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളുണ്ട്, സോഷ്യൽ പ്രൊജക്റ്റുകളുണ്ട്, ലൈവ്ലിഹുഡ് പ്രൊജക്റ്റുകളുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രൊജക്റ്റുകളും സെക്കൻഡ് ഫേസിലുണ്ട്. ഇനി സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, അത് ഡീസെൻട്രലൈസേഷന് തന്നെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഒരു കാര്യം നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ സെൻട്രലൈസ് ചെയ്യോ അതിനെ കൂടുതൽ ഡീസെൻട്രലൈസ് ചെയ്യോ? കൂടുതൽ ഡീസെൻട്രലൈസ് ചെയ്യലേ ഉള്ളൂ. സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്താണ്? സെക്കൻഡ് ഫേസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. സോ ദ 4th ഓപ്ഷൻ ഈസ് റോങ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇൻക്രീസ്ഡ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്. 15th ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു എന്താണ് ലാൻഡ് റിഫോംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെന്ന്. നമുക്ക് നോക്കാം. ദ കേരള ലാൻഡ് റിഫോംസ് ആക്ട് ഓഫ് 1963 എയിംസ് പ്രൈമർലി ടു ഫസ്റ്റ് വൺ പ്രൊമോട്ട് ലാർജ് സ്കെയിൽ commercial agriculture, abolish tenancy and provide land ownership to the tenants, increase land holdings of the landlords, allow privatization of the forest land. എന്തായിരുന്നു കേരള ലാൻഡ് റിഫോം? ടെനൻസികൾ അബോളിഷ് ചെയ്യുക.
ഇന്റർമീഡിയറികൾ അബോളിഷ് ചെയ്യുക. ആരാണോ അവിടെ ടെനന്റ് ആയിരിക്കുന്നത് അവർക്ക് എന്ത് കൊടുക്കുക? ലാൻഡ് ഓണർഷിപ്പുകൾ കൊടുക്കുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ടെനൻസികൾ അബോളിഷ് ചെയ്യുക, ലാൻഡ് ഓണർഷിപ്പ് ആ ടെനൻസ് ആർക്കാണോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 16th question. The Kerala Tourism Initiative promotes the responsible tourism practice. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഓപ്ഷൻ വായിച്ചാൽ കിട്ടും. ചിലപ്പോൾ ഇങ്ങനത്തെയും ഈസി ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. ടൂറിസം കേരള എക്കോണമിയിലെ സെക്രട്ടേറിയറ്റിന്റെ സിലബസിലുള്ളതാണ്. എന്താണ്? കേരള ട്രാവൽ മാർട്ട്, കേരള ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ. നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? റെസ്പോൺസിബിൾ ടൂറിസം പ്രാക്ടീസ്. ജസ്റ്റ് അത് രണ്ടൊന്ന് ലിങ്ക് ചെയ്താൽ പോരെ. ആൻസർ ഈസ് ഓപ്ഷൻ സി, റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ. 17th question. Which one of the following key strategies of the 14th 5-year plan for higher education in Kerala? നമുക്ക് നോക്കാം. Reduction in the number of universities to ensure quality. Elimination of private sector participation in the education. Increase enrollment and improving quality. റീപ്ലേസിങ് ജനറൽ എഡ്യൂക്കേഷൻ വിത്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല എങ്കിൽ പോലും, നിങ്ങൾക്ക് 14th 5-year പ്ലാനിൽ എന്താ പറഞ്ഞതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, ജസ്റ്റ് ആ 4 ഓപ്ഷൻ ഒന്ന് നോക്കിയേ. യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കുറയ്ക്കുക. നമ്മൾ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യുമോ? യൂണിവേഴ്സിറ്റികൾ പുതിയത് ആരംഭിക്കാനായിട്ടല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി എലിമിനേറ്റിംഗ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷൻ. അങ്ങനെയാണോ ഇപ്പം നമ്മൾ ന്യൂസിൽ കാണുന്നത്? പ്രൈവറ്റ് സെക്ടർ യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് സെക്ടറിന് സ്വന്തമായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ നമുക്ക് കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല. ഇനി റീപ്ലേസിങ് ജനറൽ എഡ്യൂക്കേഷൻ വിത്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അങ്ങനെയാണോ? നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ റീപ്ലേസ് ചെയ്യുമോ? നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ എന്താണ്? ഇൻക്രീസിങ് എൻറോൾമെന്റ് ആൻഡ് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി. അതും എന്താണ്? വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മാക്സിമം ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാം. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ആർദ്രം മിഷൻ? നവകേരള കർമ്മ പദ്ധതിയിലെ എല്ലാ മിഷനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആർദ്രം മിഷൻ എന്താണ്? പ്രൈവറ്റൈസ് ദ ഗവൺമെന്റ് ഹെൽത്ത് കെയർ, റെഡ്യൂസ് ദ നമ്പർ ഓഫ് പബ്ലിക് ഹോസ്പിറ്റൽ, ടു മേക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് മോർ പീപ്പിൾ ഫ്രണ്ട്ലി, ടു ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആർദ്രം മിഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടില്ലേ? ഗവൺമെന്റ് ഹെൽത്ത് കെയർ പ്രൈവറ്റൈസ് ചെയ്യാനായിരിക്കും അങ്ങനെ ഒരു മിഷൻ? ഒരിക്കലും നടക്കില്ല. പബ്ലിക് ഹോസ്പിറ്റലിന്റെ എണ്ണം കുറയ്ക്കോ? ഒരിക്കലും ഇല്ല. കൂട്ടാനല്ലേ നോക്കുള്ളൂ. കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ കൂട്ടാനാണോ? ഒരിക്കലും അല്ല, കുറയ്ക്കാനല്ലേ നോക്കുള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 2, ഓപ്ഷൻ സി, ടു മേക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് മോർ പീപ്പിൾ ഫ്രണ്ട്ലി. കൂടുതൽ പീപ്പിൾ ഫ്രണ്ട്ലി ആക്കുക, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതായിരുന്നു എന്ത്? ആർദ്രം മിഷൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഐഡിയ. നൗ ദ 19th one. Which 2 sustainable development goal did the Kerala top in the SDG Index 2023-24? ഏത് SDGകളിലാണ് കേരളം ടോപ്പ് ചെയ്തത്? ഓപ്ഷൻസ് എ ഗോൾ 1 ആൻഡ് ഗോൾ 3, ഓപ്ഷൻ ബി ഗോൾ 2 ആൻഡ് ഗോൾ 4, ഓപ്ഷൻ സി ഗോൾ 5 ആൻഡ് ഗോൾ 7, ഓപ്ഷൻ ഡി ഗോൾ 8 ആൻഡ് ഗോൾ 10. ആൻസർ ഫാക്ച്വൽ ആയതുകൊണ്ട് പറഞ്ഞു പോവാം. ഓപ്ഷൻ ബി ആണ്. ഗോൾ 2 സീറോ ഹങ്കർ ആൻഡ് ഗോൾ 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇത് രണ്ടിലുമാണ് എന്ത്? കേരള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ ടോപ്പ് ചെയ്തത്. സോ ഇറ്റ്സ് ഗോൾ 2 ആൻഡ് ഗോൾ 4. നൗ ദ 20th question. The first state finance commission of Kerala was constituted on. എന്താണ്? ആൻസർ April 23rd 1994 ആണ്. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്പ്ലനേഷൻസ് ഒന്നും നടത്താത്തത്. എന്താണ്? 23rd April 1994 എന്ത്? കേരളത്തിലെ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് 23rd April 1994. നൗ ദ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദ മേജർ പ്രൊജക്ട്സ് ഇൻ ലോക്കൽ സെൽഫ് ഹെൽപ്പ് ഗവൺമെൻറ്റ്സ് ഇൻ കേരള ഏതാണ്? ഇൻവെസ്റ്റ് കേരള, കേരള ഡെവലപ്മെന്റ് ലിമിറ്റഡ്, ആർദ്രം കേരള, ഇമ്പാക്ട് കേരള. ഏതാണ്? ഇമ്പാക്ട് കേരളയാണ് എന്ത്? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ പേര്. എന്തിന്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മേജർ പ്രൊജക്ട്സ് റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ പേരാണ് എന്ത്? ഇമ്പാക്ട് കേരള എന്ന് പറയുന്നത്. നൗ ദ 22nd question. The number of public sector undertaking units under the Department of Industries and Commerce ഗവൺമെൻറ് ഓഫ് കേരള ഫോർ ദി ഇയർ 2019-20. ഇത് ഇച്ചിരി ഓൾഡർ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നത് ഏത് ടൈപ്പിൽ ചോദ്യങ്ങൾ വരാമെന്നറിയാനാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി 42. ഏതൊക്കെ ടൈപ്പിൽ ചോദ്യങ്ങൾ വരാം നമ്മൾ ഈ ലാസ്റ്റ് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിൽ നമ്മൾ അതിനൊന്ന് ഡിസ്കസ് ചെയ്യും. നൗ ദ 23rd question.
As per the population census of 2011, among the following districts which has a lower literacy rate than the overall literacy rate of the state of Kerala? തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ. ആൻസർ തിരുവനന്തപുരമാണ്. സി 2011 സെൻസസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് കേരളത്തിൻ്റെ ഡാറ്റ, എന്താണ് ഓരോ ഡിസ്ട്രിക്റ്റുകളുടെയും ഡാറ്റ. പോപ്പുലേഷൻ വൈസും വേണം, ലിറ്ററസി റേറ്റ് വൈസ് വേണം, ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വേണം. മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാം. ഇതിലേതിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എന്ന് ചോദിക്കാം, ഏതിനാണ് ലിറ്ററസി റേറ്റ് കൂടുതൽ എന്ന് ചോദിക്കാം. കുറച്ച് ഡിസ്ട്രിക്റ്റുകൾ തന്നിട്ട് ഇത് അസെൻഡിങ് ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പറയാം, ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറയാം. മൾട്ടിപ്പിൾ ടൈംസ് ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സെൻസസ് ഓഫ് ഇന്ത്യ 2011 കേരള ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 24th question. The People's Campaign for Decentralized Planning was launched in 1996 in which state of India? ഡയറക്റ്റ് ആണ് അല്ലേ. 1996 ഡീസെൻട്രലൈസ് പ്ലാനിങ് എവിടെയാണ്? കേരളത്തിലാണ് വന്നിരിക്കുന്നത്. പീപ്പിൾസ് പ്ലാനിങ് ക്യാമ്പയിൻ നമ്മൾ സെക്കൻഡ് ഫേസും ഫസ്റ്റ് ഫേസും നമ്മൾ ഇപ്പം തന്നെ പ്രീവിയസ് ഇയറിൽ പറഞ്ഞു. അത് ഏത് സ്റ്റേറ്റിലാണ് വന്നത്? ഓപ്ഷൻ ഡി കേരള. Now the 25th question. What is the main function of Kerala Institute for Local Administration or KILA? എന്താണ്? ഡോക്യുമെന്റ് ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ ലോക്കൽ ഗവർണൻസ് ആൻഡ് ഡിസെമിനേഷൻ, ഇംപ്ലിമെന്റിംഗ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം, പ്രൊമോട്ടിംഗ് വുമൺ എംപവർമെന്റ്, എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്. എന്തായിരിക്കും? ജസ്റ്റ് ഒരു ഐഡിയ വെച്ച് ആലോചിച്ച് നോക്കിയേ. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഏറ്റവും ആദ്യം കളക്ട് ചെയ്യുന്നത് എവിടെയാ? ലോക്കൽ ഗവർണൻസ് ആയിട്ടാണ്. അപ്പം കിലയുടെ മെയിൻ ഫംഗ്ഷനുകളിൽ ഒന്ന് എന്താണ്? ബെസ്റ്റ് പ്രാക്ടീസുകളെ ഡോക്യുമെന്റ് ചെയ്യുക, അതിനെ ഡിസെമിനേറ്റ് ചെയ്യുക. നൗ ദ 26th question. Consider the following statement about അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. കേരള ഗവൺമെൻറ് സ്കീമാണ്, അതിനെയും കുറിച്ച് ചോദ്യങ്ങൾ വരാം. It guarantees a minimum of 100 days of employment to all people living in urban area. It guarantees minimum of 100 days of employment to urban unskilled and mature individuals who are willing to do physical labor. It guarantees minimum of 100 days of employment to both skilled and unskilled people living in urban household. It undertakes all the jobs that are usually done under MNREGA. എന്താണ്? അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം 100 ദിവസത്തെ തൊഴിലാണ് അർബൻ ഏരിയയിൽ കൊടുക്കുന്നത്. ആർക്കാണ്? 2-3 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, അൺസ്കിൽഡ് ആയിരിക്കണം. ഇവിടെ പറയുന്ന എല്ലാ പീപ്പിളിനും ഒന്നാ, അങ്ങനെ എല്ലാ പീപ്പിളിനും അല്ല. അൺസ്കിൽഡ് ആയിരിക്കണം, ഇൻഡിവിജ്വൽസ് മെച്ചുവേർഡ് ആയിരിക്കണം, അവർ ഫിസിക്കൽ ലേബർ ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? തെറ്റാണ്. തേർഡ് വൺ എന്താണ്? തെറ്റാണ്. അൺസ്കിൽഡും സ്കിൽഡ് അല്ല, ഒൺലി അൺസ്കിൽഡ് മാത്രമാണ്. ഫോർത്ത് വൺ എന്താണ് പറയുന്നത്? ഓൾ ജോബ്സ് ദാറ്റ് ആർ യൂഷ്വലി ഡൺ അണ്ടർ MGNREGA ഓർ MNREGA. അപ്പോൾ ഓപ്ഷൻ എ 2 and 4 ആർ കറക്റ്റ്. സോ 26ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 2 and 4 ആർ കറക്റ്റ്. Now 27. കേരള ഈസ് ആൻ ഏജിങ് സൊസൈറ്റി. ഏജിങ് കേരള മോഡൽ ഡെവലപ്മെൻറ്റിലെ ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. Kerala is an aging society with increasing proportion of population over 60 years and with a high life expectancy that is on par with the developed countries. At present, what is the dominant setting where geriatric care is provided in Kerala? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സിൽ കൂടുതൽ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറ്റ് പ്രസൻ്റ്ലി എവിടെ വെച്ചിട്ടാണ് അവർക്ക് ഈ കെയറുകൾ കൊടുക്കുന്നത്? ഹോസ്പിറ്റലിലാണോ, ഹൗസ് ഹോൾഡിലാണോ, ഓൾഡ് ഏജ് ഹോമുകളിലാണോ, കെയർ ഹോമുകളിലാണോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളുടെ ചുറ്റുമുള്ളത് നിങ്ങൾക്ക് ഒരു ഡാറ്റ അറിയില്ല, ഒന്നും അറിയില്ല. ജസ്റ്റ് നമ്മുടെ ചുറ്റുമുള്ളതൊന്ന് നോക്കിയേ, എവിടെയായിരിക്കും? വീടുകളിലായിരിക്കും അല്ലേ? ജെറിയാട്രിക് കെയർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എവിടെയാ? നമ്മുടെ ചുറ്റുമുള്ള വീടുകളിൽ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്? അത് ചോദിച്ചിരിക്കുന്നു. ആ ക്വസ്റ്റ്യന് അവരൊന്ന് കോംപ്ലക്സ് ആക്കി. അപ്പം മിക്കവാറും ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് സിമ്പിളി അനലൈസ് ചെയ്താലും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. With respect to e-governance initiative in the state of Kerala, which statement is or are correct? E-Sevanam is large platform for all online service by the government of Kerala through mobile application. K-Smart is a data-centric solution for LSCI in Kerala which ensure good governance. Citizens online portal service related to Grama Panchayat. Sankedam is a software for granting building permits by local governments. See, ഇതിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് എറർ ആയിട്ടുള്ളൂ. അതും അങ്ങനെ നമുക്കൊരു കംപ്ലീറ്റ് എററാന്ന് പറയാൻ പറ്റില്ല. PSCയുടെ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ ആണ് എറർ.
അവിടെ M7 ആക്ച്വലായിട്ട് വരേണ്ടത്. കാരണം മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് M7 E7 അവിടെ വരേണ്ടത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി 2, 3 and 4. എക്കോണമിയും കേരള എക്കോണമി ആയാലും കേരള മോഡൽ ഡെവലപ്മെൻ്റ് ആയാലും ഇത്രയും ചോദ്യങ്ങൾ നോക്കിയതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻഫർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ പഠിച്ചത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഏരിയാസ് ഉണ്ടാവും. പ്ലസ് ഡയറക്റ്റ് ഡാറ്റാസും ചോദിക്കാം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സ്കീമിൻ്റെ ബെനിഫിഷ്യറികളെ കുറിച്ച് ചോദിക്കാം. ആ സ്കീം റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം. അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു കേരള എക്കോണമിയോ കേരള മോഡൽ ഡെവലപ്മെൻറ്റോ പഠിക്കുമ്പോൾ സമ്പൂർണ്ണമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ചിലത് ബൈ ഹാർട്ട് ചെയ്യേണ്ട വരും, ചിലത് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ രണ്ടും കൂടി പ്രോപ്പർലി മിക്സ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കംപ്ലീറ്റ് പേപ്പർ 2 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. പേപ്പർ 2 കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്യുക. താങ്ക് യു.